ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കരയിൽ പോലീസ് വിലക്ക് ലംഘിച്ച് PV അൻവർ MLA നാടകീയ വാർത്താ സമ്മേളനം. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും വാർത്താ സമ്മേളനം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും PV അൻവർ വഴങ്ങിയില്ല. തുടർന്ന് PV അൻവറിന് നോട്ടീസ് നൽകിയ ശേഷം ഉദ്യോഗസ്ഥർ മടങ്ങി. രാവിലെ 10 മണിയോടെ ചേലക്കരയിലെ സ്വകാര്യ ഹോട്ടലിൽ PV അൻവർ വാർത്താ സമ്മേളനം വിളിച്ചു. ഇത് തുടരുന്നതിനിടെ നാടകീയമായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഹോട്ടലിലെത്തി. കൊട്ടിക്കലാശം കഴിഞ്ഞതിനാൽ പുറത്തു നിന്നുള്ള നേതാക്കൾ മണ്ഡലം വിട്ടു പോകണമെന്നും വാർത്താ സമ്മേളനം ഒഴിവാക്കണമെന്നും അൻവറിനോട് ആവശ്യപ്പെട്ടു. നിങ്ങൾ ചീഫ് ഓഫീസറോട് നല്ല സംസാരിച്ചാണല്ലോ, ഏത് ആക്ട് പ്രകാരം വയലേഷൻ ആക്ട് എഴുതു അല്ല. യു റൈറ്റ് ഇറ്റ്. നോ. എന്നാൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ അൻവർ ഉദ്യോഗസ്ഥരുമായി വാക്കേറ്റമായി. മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണ് പോലീസ് തന്റെ വാർത്താ സമ്മേളനം തടയുന്നതെന്ന് PV അൻവർ. അല്ലല്ല, അത് ആ ആക്ട് പറയൂ. നിങ്ങൾ കാണിച്ചു തരും. നിങ്ങൾ വെറുതെ വന്നിട്ട് പിണറായി പറഞ്ഞു വിടുന്നതിന് വന്നാൽ നിങ്ങൾ വിവരം അറിയും. ഞങ്ങൾ കോടതിയിൽ പോവും. ഈ നിയമം അതിനെ അനുശാസിക്കുന്നില്ല. ഹോട്ടലിന് വെളിയിൽ കൂടുതൽ പോലീസും തെരഞ്ഞെടുപ്പ് സ്ക്വാഡും എത്തിയതോടെ കടുത്ത നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന പ്രതീതിയുണ്ടായി. അല്ല, നിങ്ങളെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതല്ലേ? അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വന്ന് അതൊന്ന് വായിക്കൂ, പത്രക്കാരൊന്ന് കേൾക്കട്ടെ. പ്രസ് കോൺഫറൻസ് നടത്താൻ പാടില്ല 40 years ബിഫോർ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് വായിക്കൂ. പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം പിൻവാങ്ങിയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കർശന നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി. അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടർന്നുള്ള നടപടികളുണ്ടാവും. ബാക്കി തുടർ നടപടികളുണ്ടാവും. ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പലതവണ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും PV അൻവറുമായി ഏറ്റുമുട്ടിയിരുന്നു. ടീം 24 ചേലക്കര.